ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ തരത്തിലും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ പേഴ്സണലി ആയാലും കുട്ടികളുടെ സന്തോഷവും എല്ലാം കൂടിയിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ പതിവുപടി ഇതേ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്നലത്തെ കംപ്ലീറ്റ് ഒതുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞ് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് തൊട്ടാണ് ശരിക്കും ഇപ്രാവശ്യത്തെ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുമ്പോൾ, അതായത് ഫസ്റ്റ് സ്റ്റോക്ക് ഇറക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടില്ല. അപ്പം ഇന്ന് അങ്ങനെയല്ല. ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ പുതിയ ഓർണമെൻറ്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് താമരമാല, പിന്നെ ഇൻവിസിബിൾ ചെയിൻ, എല്ലാത്തിനും, പിന്നെ ജിമിക്കികൾ, എല്ലാത്തിനും നല്ല റിവ്യൂ ആയിരുന്നു. എല്ലാവരും എന്താ പറയുക, ഒരുപോലെ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ 3 പേരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. നല്ല മഴ ദിവസമാണ് കേട്ടോ ഇന്ന്. ഇടയിലും മഴയുണ്ടായിരുന്നില്ല, എന്നാലും ഒരു എന്താ പറയുക, കുറേ സമയം മഴ തന്നെയായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രം മഴയില്ലാത്തതുണ്ടായിട്ടുള്ളൂ കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണെന്നറിയില്ല, ഇവിടുത്തെ കാര്യമാണ്. അപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഴ. ഉച്ചയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ രാത്രിയിലും നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊന്നുമില്ല. അങ്ങനെ ഇന്ന് രാവിലെ വെള്ളയപ്പമായിരുന്നു കേട്ടോ. ഡിവൈൻ്റെ വെള്ളയപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറേ നാളായി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ് ആ വെള്ളയപ്പത്തിന്. അപ്പോൾ ഇന്ന് ഇപ്പോൾ തോമുന് കുട്ടി വെള്ളയപ്പം ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഭയങ്കര അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് മിസ്സ് വിളിച്ചപ്പോൾ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ ഡിവൈൻ നേരിട്ട് പറയും. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം മുട്ടക്കറിയായിരുന്നു. അപ്പോൾ മുട്ടക്കറി എന്ന് പറയില്ലേ. അപ്പോൾ ഡിമ്പിളുടെ ഏറ്റവും ഫേവറേറ്റ് സംഭവമാണ് അപ്പോൾ മുട്ടക്കറി. അപ്പോൾ മുമ്പ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല, കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഇന്ന് വീണ്ടും അത് ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ പരിയപ്പുറത്ത് കണ്ടോ നല്ല പച്ചച്ചിരിക്കണുണ്ടോ. അങ്ങനെ ഞാൻ രാവിലെ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാം. ഞാൻ എണീറ്റ് വന്ന വഴിക്ക് ചിലപ്പോൾ ഒരു കട്ടൻ കുടിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് സ്വസ്ഥമായിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ ഡാഡിയുടെ കാര്യത്തിൽ നോക്കാം. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് അവരെ അയക്കണ തിരക്കിലാവും. അപ്പോൾ എൻ്റെ പണി ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളുടെ മുമ്പേ തൊട്ടുള്ള പാറ്റേൺസാണ്. അത് വീണ്ടും ആവശ്യപ്പെട്ട പ്രകാരം പ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയില്ല. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വളയാട്ടോ. ഇത് ശരിക്കും തീരെ കനല്ല. നമ്മൾ പറയില്ലേ കനം കുറഞ്ഞ വള, ഒരു 2 പവനിലൊക്കെ തളവള എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പോളിച്ചുണ്ടല്ലോ, അതാണ് കേട്ടോ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര കട്ടിയുള്ള വളയാണ്. നല്ല എന്താ പറയുക, എന്തറാന്ന് ചോദിച്ചാൽ എന്തറാന്ന് പറയുന്ന പോലെ, അതായത് ഭയങ്കര ഉരുക്ക് പോലെ. നമ്മൾ ഒരു 2 പവൻ്റെ വളയൊക്കെ ചെറുതാക്കി ചെറിയ കൈമിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കട്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ വളയാണ് കേട്ടോ. ഇത് നല്ല വളയാണ്. ഇതും അതുപോലെ തന്നെ നല്ല കട്ടിപ്പണിയുള്ള വളയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്ന് എനിക്ക് റീസെല്ലിങ്ങിന് പുതിയ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാതും ഈ രണ്ടെണ്ണം ഫസ്റ്റ് കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഈ 2 പേരാണ് എടുത്തത്. അപ്പം ഞാൻ പിന്നെ ആ എടുക്കണോടുകൂടി അവർക്കും എടുത്തു കൊടുക്കണം, എന്നാൽ പിന്നെ അതോടുകൂടി ഇവിടെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടത്. ഇതൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഓൺലൈൻ ഇപ്പോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം, അതായത് പാച്ചുവിനെ പ്രസവിച്ച സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മറ്റന്നാൾ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 14-ാം തീയതിയാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ ബർത്ത്ഡേ, 15-ാം തീയതി കെസ്റ്ററിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയും. അങ്ങനെ 2 ദിവസം 14-ഉം 15-ആണ് നമ്മളുടെ ദിവസങ്ങൾ. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല അപ്പവും മുട്ടക്കറിയും കൂടി കഴിച്ചു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കറിയുടെ ആവശ്യമേ ഇല്ല, തന്നെ തിന്നാവുന്ന പോലെയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെ ഇങ്ങനത്തെ അപ്പം കിട്ടിയിരുന്നത്, ഇതിൻ്റെ നൈസപ്പം, പക്ഷേ ചെറുത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പോരാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന അപ്പമൊന്നും പോരായിരുന്നു. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈ പ്രത്യേകിച്ച് ഡിവൈൻ്റെ അപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുമ്പ് തൊട്ടേ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ പരിപാടികൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചാക്കോച്ചൻ തുടങ്ങി അവൻ്റെ കളികളും ഓരോ കുറുമ്പുത്തരങ്ങളും കേട്ടോ. അപ്പോൾ അപ്പയുടെ കണ്ണാടി എടുത്തു കൊണ്ടുവന്ന് അത് വെച്ച് കുറേ കളിക്കുക. അത് കഴിഞ്ഞിട്ട് ഓടി കളിക്കുക. അപ്പോൾ ശരിക്കും അവൻ ഒരാഴ്ച അക്കിയുടെ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ. അപ്പോൾ അക്കിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ കുറച്ച് നേരമൊക്കെ അവൻ കളിച്ചിട്ട് പിന്നെ അവൻ കുറുമ്പ് കാണിക്കുന്ന തിരക്കിലായിരുന്നു. 3 ആളും കൂടിയുള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവൻ അവിടെ നിന്ന് പഠിച്ചതാണ് ഈ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഈ ഓർഡറിൽ പോൾസബാപ്പ് അവനെ
ഓടിക്കണ ഓട്ടമാണ്. അപ്പോൾ ഇത് ഓടണ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത് കേട്ടോ. അങ്ങനെ അപ്പോൾ അവൻ ഇന്ന് അത്ര വലിയ ശല്യം ഉണ്ടാക്കിയില്ല. ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തിരുന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ അവന് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഞങ്ങളെല്ലാവരും അകത്തല്ല. അപ്പോൾ അവൻ അത് കൊണ്ടുവന്ന് എനിക്ക് തന്നപ്പോൾ ഞാനത് എടുത്തു. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് അടഞ്ഞു, അവനത് വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം അവനും ഇടയ്ക്കൊന്ന് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവനും ബോറടിക്കില്ല. അപ്പോൾ അവൻ വാശി പിടിക്കും. പിന്നെ മഴയുള്ളത് കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കും വിട്ടില്ല. കാരണം തുറന്ന് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് വെള്ളത്തിലാണ് കളി. അവനും അതെ, പാച്ചും അതെ. തോമ അങ്ങനെ വെള്ളത്തിൽ കളിക്കില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച 3 പേരും ഒന്നിച്ച് ചേറിൽ കുളിച്ച്, എന്താ പറയുക, ആ ഡ്രസ്സ് ഇന്നാണ് ഡിംപിൾ വാഷ് ചെയ്തിട്ടത്. ഇത്തിരി നേരത്തെ ഞാൻ കൊണ്ടിട്ടിട്ടുള്ളൂ പുറത്ത്. അതുപോലെ ചേറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിക്കും എത്രയെന്ന് വെച്ചിട്ട് ആ കുട്ടികളെ അകത്തിരുത്താം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഡിവൈൻ ഡേ ഫുഡും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വക എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി ഇതാ പോസ്റ്റ് ചെയ്യാൻ വരുന്നോട് കൂടിയിട്ട് ഞാവൽപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾ പോകുമ്പോൾ കണ്ടു എന്ന് ഞാവൽപ്പഴം. അപ്പോൾ വളരെ കുറച്ചേ കൂട്ടത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. കുട്ടികൾ എടുത്തോ ആവോ അറിയില്ല. കൊണ്ടുവന്നപ്പോൾ ഞാൻ കഴുകി അവിടെ അങ്ങനെ വെച്ചു. അങ്ങനെ ദേ ഡോൺ തോമൂനെയും കൊണ്ടുവന്നു. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തോമൂനെ കൊണ്ട് വരണോടുകൂടി ഫുഡ് കഴിച്ച് പോവുകയാണ്. അതായത് 12:30 വരും. വരണോട് കൂടിയിട്ട് പിന്നെ കഴിച്ച് പോവും. അപ്പോൾ ഇന്ന് ഡിവൈൻ്റെ ചെമ്മീൻ മുളകിട്ടത്, പിന്നെ കോവയ്ക്ക ഉപ്പേരി, പിന്നെ നമ്മളുടെ ഇന്നലത്തെ മറ്റേ പരിപ്പ് ഇരുമ്പും പൊടിയും വെച്ചതും, പിന്നെ കടല ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഡോണിനും വേഗം ചോറ് കൊടുത്ത് അവനെ അങ്ങോട്ട് വിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ 12:30 നമുക്ക്, ഞങ്ങൾ പറഞ്ഞില്ലേ രാവിലെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ചായ കുടിക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ വിശക്കണമെങ്കിൽ 2 മണിയൊക്കെ ആവണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലിപ്പ് ബാംഗിൾസ് വീണ്ടും വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് പ്ലേറ്റ് ചെയ്ത് വരുമ്പോഴും ഫോട്ടോസ് എടുത്ത് ഇതുപോലെ വീഡിയോസ് ഇടാറുണ്ട്. അതുപോലെ മറ്റേ പോസ്റ്റ് ചെയ്യണതും ഞാൻ എടുത്ത് വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഐറ്റംസ് കാണുകയും ചെയ്യാം, ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നും അറിയാം. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കാൻ പറ്റണുള്ളൂ. ഡ്രീം കളക്ഷൻസിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ പറ്റാവുന്ന പോലെ ഞാൻ ചെയ്യണു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ 1 ലെയറിൻ്റെ കരിമണിമാല, പിന്നെ 2 ലെയർ, അങ്ങനെ കുറേ ടൈപ്പ് കരിമണിമാല തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോസ് മുഴുവൻ ഞാൻ ഫോണിൽ എടുത്തിട്ട് ലോഡ് കൂടിയിട്ട് ഹാങ്ങായിപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഫോൾഡേഴ്സും പോയി. അപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളൊരു കരിമണിമാല ചോദിച്ചാൽ ഞാൻ ആ ഫോൾഡർ മൊത്തം അയച്ചു കൊടുക്കാറ് പതിവ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫോൺ ഹാങ് ആയത്. ഓരോരുത്തർക്കും 50ഉം 60ഉം ഫോട്ടോസ് വീതം അയക്കുമ്പോൾ അങ്ങനെയാവുമല്ലോ. അപ്പോൾ അത് ഞാൻ നിർത്തി. അപ്പോൾ ഞാനിപ്പോൾ പറയും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറയുക ചെയ്യാം കേട്ടോ. അങ്ങനെ ഡാഡി ഇതാ ആ ഉച്ചയിലത്തെ പരിപാടികൾ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ പോയി. അതോട് കൂടിയിട്ട് നമ്മളുടെ ഇന്ന് ഉച്ച വരെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ മറക്കും കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. ചില സമയത്ത് ഫോണോട് കൂടിയിട്ട് ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ ദേ ഓച്ചും മോനും കൂടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൈ അതിൻ്റെ ഇടയിൽ എവിടെയോ പെട്ടു. അപ്പോൾ അതിന് ഓച്ചുനോട് പോയിട്ട് പരാതി പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പരാതി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മൻ കൊടുക്കൽ, ഹൈഫൈ കൊടുക്കൽ. അപ്പോൾ ഓച്ചു അവനിട്ട് മൂപ്പിക്കും, ഇവിടെ വരെ വന്നിട്ട് വീണ്ടും വിളിക്കും. പക്ഷെ അവൻ ഒരു വിഷമില്ലാണ്ട് വീണ്ടും ചെല്ലും, വീണ്ടും ഉമ്മൻ കൊടുക്കും, ഹൈഫൈ കൊടുക്കും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവനങ്ങനെയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെന്ന് പറയില്ലേ, ഏതെപ്പെട്ട ദൂരെ ആയാലും ചാക്കോന്നൊരു വിളിച്ചാൽ അവിടെ നിന്ന് എന്തോന്ന് വിളി കേട്ടിട്ടാണ് ഓടി വരിക. കണ്ടോ അവൻ്റെ ക്ഷമ കണ്ടോ. അവൻ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവൻ നിന്നിട്ട് തിരിഞ്ഞ് നോക്കുക, എന്നെ ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ്. അപ്പോൾ അവൻ ഒരു പ്രത്യേക കളിയാണ് കേട്ടോ അവന്. നല്ല നേരം പോക്ക് അവനുള്ളപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിവൈൻ അവനെയും കൊണ്ട് വേഗം മുകളിലേക്ക് പോയി. തോമു ഓൾറെഡി വന്ന വഴിക്ക് ഓടിപ്പോയി ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിവൈൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നത്. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നുണ്ട് രാവിലെ 7 മണിയാകുമ്പോൾ എണീക്കുന്നുണ്ടെന്ന്. തോമുവിനെ വിളിക്കുന്നതോട് കൂടിയിട്ട് ഇവനും എണീക്കുകയാണ്. അങ്ങനെ അപ്പാപ്പൻ ദേ പോസ്റ്റ് ചെയ്ത് തിരിച്ച് വരണോട് കൂടിയിട്ട് പാച്ചുനെയും കൊണ്ട് വന്നു. പാച്ചു വന്ന വഴിക്ക് ആദ്യം വണ്ടിയുമ കയറിയിരുന്നു. അപ്പാപ്പൻ ദേ വരുമ്പോഴേക്കും അവൻ 2 വീലർ അവൻ്റെ വണ്ടിയുമ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ വന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം മുറ്റത്തൊന്ന് കളിച്ചിട്ടാണ് കയറുന്നത്. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവനെ പേടിക്കണം. അവിടെ ആ വെള്ളം ഉണ്ടെങ്കിൽ അതിന്മ പോയിട്ട് ഓടിക്കും. ഞാൻ പറയാറില്ല, ഇവനും ചാക്കോ ആണ് ഇതിൻ്റെ ആൾക്കാരെന്ന്. അങ്ങനെ ഇപ്പോൾ വന്ന വഴിക്ക് ചോദിക്കും തോമുച്ചേട്ടൻ വന്നു എന്ന് ചോദിക്കും. കാരണം 2 വഴിക്കാണല്ലോ പോണത്.
അപ്പോൾ ആദ്യം വന്നാൽ ചോദിക്കും തോമുച്ചേട്ടൻ എവിടെയെന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും തോമുച്ചേട്ടൻ ഇതാ കിടന്ന് ഉറങ്ങിയെന്ന്. കാരണം ആദ്യം തോമു വന്ന് എല്ലാം കഴിഞ്ഞ് കയറിയതിന് ശേഷമാണ് ഇവൻ വരിക. അപ്പോൾ രണ്ട് പേർക്കും ഡിവൈനായാലും റെസ്റ്റ് എടുക്കണമെങ്കിൽ കുട്ടികൾ മുകളിൽ കയറിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ വരണേലും മുമ്പായിട്ട് അവരും മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം അവരും കിടന്നുറങ്ങും, ഇവനും കിടന്നുറങ്ങാം, ഒരു സ്വസ്ഥത കിട്ടും. അങ്ങനെ ദേ ഫുഡ് കഴിച്ചോ നോക്കിയപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീമോൾ മാമാണ്. അപ്പോൾ തോമു അത് റീമോൾ മാമുള്ള സമയത്താണ് ഫുഡ് കഴിക്കാൻ പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇവനും അങ്ങനെ അവൻ്റെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിമ്പിളിനെ ഒന്ന് ത്രെഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല മഴ, ഞാൻ പറഞ്ഞില്ലേ ഡെയിലി മഴയുണ്ടെന്ന്. അപ്പോൾ ഡിമ്പിളിനെ കൊണ്ടാക്കാനായിട്ട് ഡാഡിയും മോനും കൂടിയിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അവരപ്പം തന്നെ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ആ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിച്ചൺ ഒതുക്കാനായിട്ട് നിന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ കിടക്കാറുമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ സമാധാനത്തിൽ ഓരോന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും നേരെ അങ്ങോട്ട് മുന്നോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ദേ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കി പട്ടികൾക്കുള്ള ചോറ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയിട്ടിരുന്നത്. അപ്പോൾ ആൻറ്റിക്കിൻ്റെ സംഭവങ്ങളാകുമ്പോൾ പിള്ളേരുകളാണ് രണ്ട് പേരും അത് കൈകാര്യം ചെയ്യണത്. രണ്ടും ചെയ്യും, എന്നാലും കൂടുതൽ എന്താ പറയുക ഈ സാധനങ്ങൾ വരുമ്പോൾ അവരാണ് അത് കൈകാര്യം ചെയ്യുക കേട്ടോ. ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അത് പ്ലേറ്റ് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് പാച്ചുവിനെ കൊണ്ടുവരുന്നതോടുകൂടി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമ്മുടെ ആ കട്ടിയുള്ള അരിഞ്ഞാണം ചെയ്യാൻ, ഇത് കനം കുറഞ്ഞ അരിഞ്ഞാണം ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഡിസൈൻ ഒന്നാണെങ്കിലും ഒന്ന് കനം കുറഞ്ഞതും ഒന്ന് കട്ടിപ്പണിയിൽ പറയില്ലേ നമ്മൾ, അങ്ങനെയാണ് കേട്ടോ ഈ രണ്ടും. കാഴ്ചയിൽ ഒരുപോലെയാണ്, പക്ഷേ രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ താഴെ കാണുന്നത് മാട്ടിയാണ്. ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ കാത് തൂങ്ങാണ്ടിരിക്കാൻ ഉപയോഗിക്കും. നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ക് ചെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നത്തെ പണി ഈ കൊണ്ടുവന്നത് പ്ലേറ്റ് ചെയ്തത് അതാത് ഓർഡർ അനുസരിച്ച് കവറിലാക്കി പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയിലേക്കുള്ള കറി വെക്കാമെന്ന്. ഇത് അവർക്കുള്ള ഫുഡാണ് കേട്ടോ, ചോറും പിന്നെ ഉച്ചയിലത്തെ കറി എന്താണോ അതിൻ്റെ ബാക്കിയിൽ ആ ചോറിട്ടിട്ടോ ഒന്ന് ഇളക്കി അവിടെ മാറ്റി വയ്ക്കും. അവർക്ക് അതേ വേണ്ടി കുറേ എരിവ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ വല്ല മീൻ വറുത്ത വെളിച്ചെണ്ണ അങ്ങനെ അതും വളരെ കുറവേ ഞാൻ ഇത് തന്നെ മതി അവർക്ക് പിടിച്ചു കൊടുക്കാനുള്ളത്, അത് മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാല് കഴിഞ്ഞ് ഇത് കഴിച്ച് പിന്നെ രാത്രിയിൽ ഇറച്ചിയുള്ള കാരണം അവർക്ക് അങ്ങനെ കുറേ ചോറൊന്നും വേണ്ട, അല്ലെങ്കിൽ കുറേ ഇതൊന്നും വേണ്ട. അവർക്ക് എൻ്റെ കൈ കൊണ്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കിടക്കണോടുകൂടി ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും നമ്മൾ നനയ്ക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് മണ്ണ് തെറിച്ചിട്ട് മണ്ണ് വരും. അപ്പോൾ അവിടെ ഒന്ന് അടിച്ചിട്ടാൽ എന്നും അടിച്ചാൽ നല്ല ക്ലീനായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാം ഈ ഒരു കള്ളി. അപ്പോൾ പാച്ചുട്ടൻ നല്ല ഉറക്കമാണ്, ഡിവൈനും കുട്ടികളും മുകളിലാണ്, ഡാഡി പാച്ചുട്ടൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു ഈ ഒരു കള്ളി എടുത്ത് ഒതുക്കാം. കാരണം ചായപ്പൊടി ഓൾറെഡി പൊട്ടിച്ചിടാൻ ഇടണം കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ അത് എടുക്കണോട് കൂടിയിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ബോക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ അത് പൊടിയുപ്പ് പകർത്താറായിട്ടുണ്ട്, കല്ലുപ്പ് പകർത്തണം, അങ്ങനെ പകർത്താനുള്ളതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെയാട്ടോ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നിറച്ച് ബാക്കി അങ്ങനെ മടക്കി വെക്കുക ചെയ്യുക. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാതും ഇങ്ങനെ എന്താ പറയുക കവറുകളിലാക്കിയിട്ട് വലിയ ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കണത്. അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് ഇങ്ങനെ ഒന്ന് പകർത്തിയിട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് കഴിയാറാവുമ്പോൾ അല്ലെങ്കിൽ കഴിയുമ്പോൾ അതൊന്ന് പകർത്തുക, അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഉപ്പൊന്നും കഴിയാൻ കാത്തു നിൽക്കരുതെന്ന് പറയും. ഉപ്പ് മഞ്ഞൾ ഒരു 3-4 കൂട്ടുണ്ട്, അത് കഴിയാൻ കാത്തു നിൽക്കരുതെന്ന് പറയും. കഴിയുമ്പോഴേക്കും നമ്മളത് നിറയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ ഒരു കുട്ടി എപ്പോഴും പറയാം അന്ധവിശ്വാസം, ഇതൊന്നും അന്ധവിശ്വാസമല്ല. നമ്മൾ കാരണന്മാരായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണു. അത് നല്ലതോ പൊട്ടയോന്നും എനിക്കറിയില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയണു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നൂഡിൽസ് പുതിയൊരു ഫ്ലേവർ വന്നൊന്നുമല്ല. ഇപ്പോൾ ഡോൺ നൂഡിൽസ് ഭയങ്കര ഇഷ്ടം, അവന് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടം, പുതിയത് കണ്ട അപ്പം വാങ്ങും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ യമ്മി വാലിയുടെ പ്രോഡക്ട്സും മില്ലറ്റിൻ്റെ ഹെൽത്ത് മിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാച്ചുട്ടന് ചാക്കോച്ചിന് കൊടുത്തിരുന്നത്. അപ്പോൾ തോമും അതെ പാച്ചു അതെ ചാക്കോച്ചനും ഇത് മറ്റേ ഇതിൻ്റെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. മറ്റേ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ യമ്മി വാലിയുടെ മറക്കാണ്. അപ്പോൾ അത് ചാക്കോച്ചൻ്റെ ബാക്കിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കളയണ്ട, നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. കാരണം ഇപ്പോൾ അവൻ വലിയ കുട്ടിയായപ്പോൾ കുറുക്കൊന്നും വേണ്ട അവന്.
അപ്പോൾ അത് വാങ്ങി വെച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ദേ നമ്മൾ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഒതുക്കി. നേരത്തെ കണ്ടത് നമ്മൾ കാപ്പിപ്പൊടി ഞാൻ വാങ്ങിച്ചതാണ്, 3 in 1 കാപ്പിപ്പൊടി വാങ്ങിയതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം മറ്റേ കോംബോ പാക്കായിരുന്നു, 2 എണ്ണത്തിൻ്റെ പാക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം ഓൾറെഡി പൊട്ടിച്ചിട്ടു എന്നല്ലേ, ഒരെണ്ണമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ലുലുന്ന് വാങ്ങിയതാണ് മസാലകൾ കേട്ടോ. ബിരിയാണി മസാല, ഗരം മസാല സൂപ്പറാണ്. പക്ഷേ ബിരിയാണി മസാല കുട്ടികൾ പറയുന്നുണ്ട് അത്ര പോരാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്രോസ്റ്റഡ് മറ്റേ ചിക്കന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് ചില്ലി ചിക്കൻ്റെ പൗഡർ, ഇത് ബ്രോസ്റ്റഡ് മസാല, അതൊക്കെ ഞാൻ ലുലുന്ന് തന്നെയാണ് വാങ്ങിയത് കേട്ടോ. ഫിഷ് മസാല ഒക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. സാമ്പാർ പൊടി വാങ്ങിയില്ല, ബാക്കി മസാലകൾ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ലുലുന്ന് വാങ്ങിയത്. അപ്പോൾ ബിരിയാണി മസാലയ്ക്ക് മാത്രമാണ് കുട്ടികളൊരു പോരാ എന്ന് പറഞ്ഞത്, ബാക്കിയൊക്കെ സൂപ്പർ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഫിഷ് മസാലയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. മുമ്പ് ഞാനൊക്കെ ഉണ്ടാക്കാറാണ് പതിവ്, പക്ഷേ ഇപ്പം അതിനൊന്നും പറ്റണില്ല, നിങ്ങൾക്കറിയാമല്ലോ, നമുക്കുള്ള നേരം തന്നെ തികയില്ല. അപ്പോൾ ഇത് നമ്മുടെ ബ്രൗൺ ഷുഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൊട്ടിച്ചിടാൻ മറന്നു പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇന്ന് പൊട്ടിച്ചിട്ടു. അപ്പോൾ അതുപോലെ അങ്ങനെ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. അപ്പോഴതേ ഇവിടെ ചായപ്പൊടി ചെറിയൊരു കവറിൽ ബാക്കിയുള്ളൂ, പക്ഷേ ഒരു വലിയ കവർ എവിടെയോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതെടുത്ത് വേണമെങ്കിൽ പൊട്ടിച്ചിടണം. അപ്പോൾ ഇത് ദേ ബ്രൗൺ ഷുഗർ, അപ്പോൾ ബ്രൗൺ ഷുഗറും ഉണ്ട്, ഷുഗർ ഫ്രീയും ഉണ്ട് അവിടെ. അപ്പോൾ അതാണ് ഞാനും ഡാഡിയും കോഫിയിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോന്ന് ഒതുക്കി അപ്പോൾ അതാത് ബോക്സുകളിലും കാര്യങ്ങൾ കാണുന്നോട് തന്നെ എഴുതി വെച്ചു, അല്ലെങ്കിൽ അത് അറിയില്ല, പിന്നെ തെറ്റി പോകാനും വഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതല്ലാത്ത സാധനങ്ങൾ നമ്മുടെ മസാലയൊക്കെ ഞാനൊരു ബോക്സിലിട്ടു. പിന്നെ ഇതൊക്കെ നിങ്ങൾ കുറേ 1-2 പേര് ചോദിച്ചായിരുന്നു, ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണ്ടല്ലോ എന്നുള്ളത്. അത് നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കുമെങ്കിലും നമ്മളിതിങ്ങനെ എടുക്കും തോറും അതിൽ നിറച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കുറച്ചായിട്ടല്ല വാങ്ങിച്ചത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ആ പാക്കറ്റിലുള്ളത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഈ തുണ്ട് കുറേശ്ശെ വാങ്ങിക്കണേക്കാളും നല്ലത് ഇങ്ങനെ ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ 200 ഗ്രാമോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വറുത്ത് കൊടുത്താൽ നല്ലത്, കുട്ടികൾക്കല്ല നമുക്കായാലും നല്ലതാട്ടോ. അങ്ങനെ ഞാൻ കള്ളികൾ കംപ്ലീറ്റ് ഒതുക്കി. ഒന്നിൽ ആയുർവേദ മരുന്നുകൾ, ഇത് ഇംഗ്ലീഷ് മരുന്നുകൾ, അങ്ങനെ ഓരോ ബോക്സിനും ഓരോ ഇതുണ്ട്. എനിക്ക് കാണാപ്പാടം അറിയാം കേട്ടോ, കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് അറിയില്ല. അപ്പോൾ ഇത് നമ്മളുടെ സൂപ്പിൻ്റെ മറ്റേ ഇൻസ്റ്റൻറ്റ് സൂപ്പ്. അപ്പോൾ വർഷക്കാലത്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം എടുത്തതാണ്, പക്ഷേ പിന്നെ നോക്കിയപ്പോൾ മറ്റേ ഇതുണ്ട് വറുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട, നാളെ എങ്ങാനും എടുക്കാം സൂപ്പ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ 4 ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഈ 2 പാക്കറ്റ് വെച്ച് 4 ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് ഈ 2 പാക്കറ്റ് ഓരോ ദിവസമാകുമ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് അത് മതി. അങ്ങനെ അതോട് കൂടിയിട്ട് ചിക്കൻ മസാല മറ്റേ ഇത് മസാലയൊക്കെ ഒരു ബോക്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് വെച്ച് കൊടുത്തത് ഇന്നതൊക്കെ ഇതിലൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിടുന്നത് മാക്സിമം ഞാൻ പൊട്ടിച്ചിടും. ഇതുപോലെ ഒരു പ്രത്യേക സ്പൈസി ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാട്ടോ. അതായത് എക്സ്ട്രാ സ്പൈസി, നല്ല ചൊടി ഉണ്ടാവാന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചു. കാരണം ഏകദേശം സമയമായി തുടങ്ങിയപ്പോൾ ഡാഡി എണീറ്റ് വന്നു. ഡാഡി ഡിമ്പിളിനെ കൊണ്ടുവരാൻ പോയിട്ട് അവിടെയും കൂടി വന്നു. കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാട്ടോ വന്നത്. അപ്പോൾ സൂപ്പ് ഞാൻ വിചാരിച്ചു വെക്കണ്ട, അവിടെ ഇരിക്കട്ടെ. മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഓരോന്ന് അങ്ങോട്ട് ഒതുക്കി. കുട്ടികൾക്ക് എടുക്കാവുന്ന പാകത്തിന് നൂഡിൽസും കാര്യങ്ങളും വെച്ചു, അല്ലാത്തത് അടിയിലേക്ക് വെച്ചു. സ്റ്റോക്കുള്ള സാധനങ്ങൾ നമുക്ക് മുകളിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ, അത് അടിയിലേക്ക് വെച്ചു. പിന്നെ ഗുളികകൾ നോർമൽ യൂസ് ചെയ്യുന്നുള്ള സാധാരണ യൂസ് ചെയ്യുന്ന ഗുളികകൾ ഒരു വശത്ത് വെച്ചു. ഇത് ഞാൻ അന്ന് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഗോപി മഞ്ചൂരി എക്സിബിഷന് പോയപ്പോൾ അതിൻ്റെ 2 പാക്കറ്റാട്ടോ. ഒരു പാക്കറ്റ് ഓൾറെഡി ഡിമ്പിൾ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സൂപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സൂപ്പ്, പിന്നെ ഇത് പാസ്ത. പക്ഷേ ഈ പാസ്റ്റയേക്കാളും നല്ലത് നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് റെഡിമെയ്ഡാണ്, പക്ഷേ എന്തോ എനിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടം നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്ന പാസ്റ്റയാണ്. ആ റെസിപ്പി ഇതാണ് എനിക്കിഷ്ടം. റെസിപ്പികൾ പിന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനും മുമ്പ് 1-2 ഇട്ടിട്ടുണ്ട്, ചിക്കൻ പാസ്തയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ആ സ്ഥലം കുട്ടികളുടെ മരുന്നിനുള്ളതാണ്. അപ്പോൾ ആ കള്ളിയിലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പണ്ട് തൊട്ടേ വെച്ചിട്ടുള്ളതാണ് ഒരു വേളാങ്കണ്ണി മാതാവിനെ. ഇത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു ബോട്ടിലാണ്. അതിൻ്റെ അടി ഓട്ടയായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ആ രൂപം കളയാൻ പറ്റാണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ കളയാൻ തോന്നില്ല എന്ന് പറയില്ല, അങ്ങനെ ഞാനത് അലമാരയുടെ ഉള്ളിൽ വെച്ചതാണ്. അങ്ങനെ ഞാൻ മോമോസ്. അപ്പോൾ കുട്ടികൾ 2 പേരും അവരുടേതായ തിരക്കിലാണ് കേട്ടോ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ കടന്ന് ഇങ്ങനെ എന്താ പറയുക മോമോസ് വറുത്തു. അപ്പോൾ മോമോസ് ശരിക്കും സ്റ്റീം ചെയ്യുകയും ചെയ്യാം, വറുക്കുകയും ചെയ്യാം. ശരിക്കും ആരോഗ്യത്തിന് നല്ലത് സ്റ്റീംഡ് മോമോസാണ്.
പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഇഷ്ടം ഫ്രൈഡാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫ്രൈഡ് മൊമോസ് തന്നെ ആയിക്കോട്ടെ വെച്ചാൽ അതും ഗ്രീൻ ചില്ലി സോസും കൂടിയിട്ട് കഴിച്ച് ഡോണിനുള്ളത് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഈ നേരത്തെ എന്തെങ്കിലും പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ചൂട്ടോടെ എന്തെങ്കിലും തിന്നുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അപ്പോൾ അതേ പിള്ളേർസ് അവരുടെ കളി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ കുഷ്യനുകൾ സ്ഥലത്തിരിക്കാത്തത്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഒന്ന് അവരുടെ കളികൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ശബ്ദം കേൾപ്പിക്കാൻ പറ്റില്ല, ശബ്ദം കൂടി കേൾക്കണം, എന്നാലാണ് അതൊരു രസം ഉണ്ടാവുള്ളൂ. കാരണം മറ്റേ റാപ്പ് മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ്. അതായത് നമ്മളുടെ ആദ്യം ഇവർ ഒളിച്ചുകളിയായിരുന്നു. അപ്പോൾ തോമുദേ ഒളിച്ചത് കണ്ടുപിടിക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ പാച്ചുദേ ഇവിടെയാണ് ഒളിച്ചിരിക്കേണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 3 പേരും ഒളിച്ചുകളിയുടെ ആൾക്കാരാണ്. ചാക്കോച്ചനാണ് ശരിക്കും ഒളിച്ച് കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ. പക്ഷേ ഇന്ന് ഇവരാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് കളിക്കേണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഫോണിൽ നിന്ന് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അവന് ഇഷ്ടമുള്ള പാട്ടും സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യും. അങ്ങനെ അവന് അങ്ങനത്തെ പരിപാടികളാട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും കറക്റ്റ് ആൻസറിൻ്റെ വൈബാന്ന് പറയും. ഡാൻസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ പാട്ടും കൂടി കേൾക്കണം കേട്ടോ. നമ്മൾ സാധാരണ കേൾക്കുന്ന മ്യൂസിക്കും കാര്യങ്ങളൊന്നുമല്ല, അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇതപ്പോൾ അത് കണ്ടറിയാം എന്താ സംഭവം എന്നുള്ളത്. ശരിക്കും അത് കൂടെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. അപ്പം ഞാൻ അക്കിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ ബഹളവും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയായിരുന്നു നല്ല രസം, നല്ല മേളമാണ്. അപ്പോൾ ഈ മേളം പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ശരിക്കും ഇന്ന് മറ്റേ ആ ഫ്ലൈറ്റ് മറ്റേ വിമാനാപകടം ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ ശരിക്ക് ഉച്ച തിരിഞ്ഞ് അത് കണ്ടപ്പോൾ തൊട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാച്ചു ഉറങ്ങായിരുന്നു, ഡിംപിൾ പുറത്ത് പോയേക്ക കുട്ടികളും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 2 പേരും ഇരുന്നിട്ട് ആ കുട്ടിയുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് ഭയങ്കര എന്താ പറയുക, മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഓരോ അവസ്ഥ ഓരോ കുടുംബങ്ങളിൽ. കാരണം ഇന്നലെ പോയിട്ട് ഇന്ന് മരിച്ച് ഇങ്ങനെ വരിക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരമാണ്. അങ്ങനെ ഞാൻ ശരിക്കും മൂഡ് ഓഫായിട്ട് ഇരിക്കുമ്പോഴാണ് പിള്ളേരുടെ ഈ കളികൾ. അപ്പം ഞാൻ പറയായിരുന്നു നമുക്കൊന്ന് സങ്കടപ്പെട്ടിരിക്കാൻ പോലും നമ്മുടെ മക്കൾ സമ്മതിക്കില്ല എന്ന്. അവർ കളിയും ബഹളമൊക്കെ ആകുമ്പോൾ നമ്മൾ സത്യത്തിൽ അതൊക്കെ മറന്ന്, അപ്പോൾ എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട് ഞാൻ, കുട്ടികളുണ്ടായാൽ സങ്കടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദുഃഖം മറക്കും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടു അയ്യോ എന്ത് പറ്റിയാവോ എങ്ങനെയാണാവോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ ബഹളം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊന്നിനും നേരം കിട്ടില്ല കേട്ടോ. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടില്ല. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ ഇപ്പോൾ സ്റ്റോക്കിലുള്ള മറ്റേ നവരത്നത്തിൻ്റെ കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ സാൻഡ് സ്റ്റോൺ ഉണ്ട്. സാൻഡ് സ്റ്റോൺ ഞാൻ കാണിക്കാത്തത് ഏതൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ ഡിംപിൾ പാക്ക് ചെയ്യാനായിട്ട് നവരത്നത്തിൻ്റെ ബോക്സ് എടുത്തപ്പോൾ എന്നാൽ തൽക്കാലം ഉള്ളത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം പാക്കിങ്ങിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മളുടെ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ 3 ഫസ്റ്റ് സ്റ്റഡും സെക്കൻഡ് സ്റ്റഡും തേർഡായിട്ടുള്ള ഒരു സെറ്റ്, അത് ഇന്നും അതെ കണ്ടമാനം പോയിട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ വളരെ വില കുറവാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ കുറേ താഴെ അതിൻ്റെ വില കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു അതിനി ഇവിടെ ഇരിക്കട്ടെ എപ്പോഴും എന്ന് വിചാരിച്ചു. കാരണം വളരെ റീസണബിളായിട്ടുള്ള ഒരു റേറ്റിലാണത്. അങ്ങനെ ഡോൺ വരുമ്പോൾ ചപ്പാത്തിയും കൊണ്ടാണ് വന്നേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ പറഞ്ഞില്ലേ ബീഫും കൊള്ളിയും കൂടി ഇട്ട് വെച്ചത് നമ്മളുടെ പണ്ടത്തെ കറികൾ, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെ കഴിക്കുന്ന കറികളാണ് ആ ടേസ്റ്റ്. അപ്പോൾ അതും വെച്ച് കഴിച്ച് എല്ലാവരും ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ തോമും ചാക്കോച്ചനും ഫസ്റ്റ് കയറി. അപ്പോൾ പാച്ചുവിന് പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ പറഞ്ഞു വേണ്ട, കാരണം പാച്ചു ഓൾറെഡി ഉച്ചയ്ക്ക് ഉറങ്ങിയതാണ്. ചാക്കോച്ചൻ ഇപ്പോൾ ഉറങ്ങുന്നുള്ള മട്ടിലാണ് നിൽക്കണേ. അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് ഇറക്കി വെച്ചേക്ക പാച്ചുവിനെ കേട്ടോ. അങ്ങനെ ഡോണങ്ക നല്ലോണം പോലൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ വാശിയൊന്നുമില്ല. പോയിട്ട് അവർ കിടന്ന് ഉറങ്ങാൻ പോവാണ്, എൻ്റെ മോൻ ഇവിടെ നിന്നോന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് കളിക്കാനായിട്ട് അധികം നേരം കിട്ടില്ല. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം സ്കൂളിലും ഇവരൊന്നിച്ചല്ലായിരുന്നേ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പാച്ചു എണീക്കുമ്പോഴേക്കും തോമും രണ്ടാളൊപ്പം റെഡിയാവും, രണ്ടാളും പോവും. പിന്നെ തോമും ആദ്യം വരും, അവൻ കയറിയതിന് ശേഷം പാച്ചു വരും. അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം അവർക്ക് കിട്ടണുള്ളൂ. പക്ഷേ കിട്ടുന്ന നേരം അവർ കെട്ടിപ്പിടിച്ചിട്ടുള്ള കളിയും ബഹളമൊക്കെയാണ് കേട്ടോ.
അപ്പോൾ ദേ നമ്മുടെ സഖാവ് ദേ അവിടെ നിന്നിട്ട് നോക്കുക ഇറച്ചി കൊണ്ടുവരാറായില്ലേ മമ്മീന്ന്. അപ്പം ഞാൻ അപ്പോഴേക്കും വേഗം ദേ ഇറച്ചിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർക്ക് ദേ കൊണ്ടു കൊടുത്തു. അവരുടെ കൂട് പൂട്ടി. അപ്പോൾ ഇപ്പം ഞാൻ ഈ വശത്ത് എപ്പോഴും അഴിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും രാത്രിയും കൂടി ഇവിടെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയാണ്, ഒന്നും ഇങ്ങോട്ട് കിടക്കില്ല. ഇപ്പോൾ ഈ ഇവരില്ലാത്തതിൻ്റെ പേരിലാണ് ആ മരപ്പട്ടി തന്നെ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഇവർ കിടന്ന് ഒച്ചയിട്ടിട്ട് ബഹളം വെച്ച് ഒരൊറ്റ ആളും ഇങ്ങോട്ട് കിടക്കില്ല. അപ്പോൾ ഇവർ കൂട്ടിലാകുമ്പോൾ ഇവർ കുരയ്ക്കും. അപ്പോൾ നമ്മൾ എന്താണാവോ എന്ന് വിചാരിക്കുക. പിന്നീടാണ് മനസ്സിലായത് ഇതായിരുന്നു സംഭവം എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഡിംപിൾ കുറേ വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഡിംപിൾ കൈകൊണ്ട് വാഷ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ചേറിൽ 3 പേരും കളിച്ചു എന്നിട്ട് 3 ആളെയും കൂടി ഒന്നിച്ചാണ് ഡിംപിൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യാണ്ട് ഒട്ടും പറ്റില്ല, അപ്പടി ചളിയായിരുന്നു. അപ്പോൾ നല്ല ഡ്രസ്സുകൾ വാഷ് ചെയ്തതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ വേഗം തോരയിട്ടു. ഡിംപിളിനോട് പുറത്തേക്ക് ഇറങ്ങണ്ടാന്നുകൊണ്ട് ഞാൻ തന്നെ തോരയിട്ടു. കാരണം ഞാൻ ഓൾറെഡി പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയും ഞാൻ കുട്ടികളോട്. പ്രത്യേകിച്ച് തല കുളിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തൊട്ട് കേട്ടിട്ടുള്ളതാണ്, മുടി തുമ്പ് കെട്ടാണ്ട് മുറ്റത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേര് വിചാരിക്കുന്നത് എന്താ ഈ ആൻറ്റിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുള്ളൂ എന്ന്. നമ്മുടെ വീട്ടിൽ ഈ കാരണന്മാരുണ്ടാകുമ്പോൾ അവർ നമ്മളെ കുഞ്ഞിലേ തൊട്ട് അരുതാത്തത് തിരിച്ച് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അന്നൊക്കെ നമ്മൾക്ക് തോന്നും ഇതെന്തിനാ എല്ലാത്തിനും അരുത് പറയണേന്ന്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാവും അന്ന് ആ അരുത് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണതെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ലേ മൂത്തവരുടെ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നു. അവരാദ്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ പറയണേന്നുള്ളത്. പിന്നീട് നമുക്ക് മനസ്സിലാവും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞതെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, പക്ഷേ മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം.